കേരള ഹൈക്കോടതി ജഡ്ജി DK സിംഗ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഉത്തർപ്രദേശിലെ ലക്നൌവിലെ സുൽത്താൻപൂർ റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. ജസ്റ്റിസ് DK സിംഗിന് കാര്യമായ പരിക്കുകളില്ലെന്ന് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, എങ്ങനെയാണ് അപകടമുണ്ടായത്? അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ലല്ലോ? ആര്യ, ഉത്തർപ്രദേശിലെ ലക്നൗ തലസ്ഥാനമായ ലക്നൌവിന് സമീപത്തെ സുൽത്താൻപൂർ റോഡിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. ജസ്റ്റിസ് DK സിംഗ് സഞ്ചരിച്ചിരുന്ന വാഹനം ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി MLA ആയ രാകേഷ് സിംഗിന്റെ വാഹന വ്യൂഹത്തിലെ ഒരു വാഹനവുമായി കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ രാകേഷ് സിംഗിന്റെ വാഹന വ്യൂഹം ഈ ലക്നൌവിൽ നിന്ന് അമേഠിയിലേക്ക് പോവുകയായിരുന്നു. ഈ എതിർദിശയിലേക്ക് വരികയായിരുന്ന ജസ്റ്റിസ് DK സിംഗ് സഞ്ചരിച്ചിരുന്ന വാഹനവുമായി ആ വാഹനം കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത്. ഈ അപകടത്തിൽ ജസ്റ്റിസ് DK സിംഗിന് ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായ പരിക്കുകളില്ല എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് മറ്റൊരു വാഹനത്തിൽ അവിടെ നിന്ന് ലക്നൌവിലേക്ക് മാറ്റിയെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന MLA വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യമായ പരിക്ക് ഈ അപകടത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് DK സിംഗ്. അദ്ദേഹം അവിടെ നിന്നാണ് കേരള ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച് എത്തിയത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ജസ്റ്റിസ് DK സിംഗ്. ഏതായാലും ഈ ജസ്റ്റിസ് DK സിംഗിന് ആശങ്കപ്പെടേണ്ട തരത്തിലുള്ള ഏതെങ്കിലും പരിക്കുകളോ മറ്റോ ഇല്ല എന്നാണ് ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.